പിന്നെ ഈ പൽചക്രമില്ലേ, പൽചക്രം അത് കൂട്ട് മലകളിലെ ഒരു പൽചക്രം ആ ഏരിയ ഇങ്ങനെ പിണഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കയറി നിൽക്കും. ഒന്ന് കേരളമാണെങ്കിൽ തൊട്ടപ്പുറത്തെ മല കർണാടകം, പിന്നെ കേരളം. സാർ എങ്ങനെ കേട്ടെ ഈ സ്ഥലത്തെ പറ്റി? പഴയ ഒരു പരിചയക്കാരൻ ഒരുമിച്ച് ജോലി ചെയ്തതാ. ആൾക്ക് അവിടെ കുറെ സ്ഥലവും വീടും ഉണ്ടെന്ന് പണ്ടേ പറയാറുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ ഏത് സ്ഥലവും വീടും കുര്യച്ചന്റെ അല്ലാതെ? കുര്യച്ചന്റെ കാര്യം തന്നെയാ പറഞ്ഞ. ബ്രിഗേഡിയർ കുര്യച്ചൻ? അതെന്നെ. ഓ, നിങ്ങൾ ദോസ്തുക്കളല്ലേ? അത് ശരി. ഇതെന്നാ സാറേ ഉള്ളിൽ സിംഹമാണോ? അപ്പുട്ടി ബാഗ് എടുത്ത് നടന്നോ, ഇത് ഞാൻ കൊണ്ടുവന്നോളാം. ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കിക്കോ. ഓ, അല്ലേലും ഇതിനപ്പുറം പോകാതിരിക്കുന്ന നല്ലത്. വെറുതെ ആ പെണ്ണുപിള്ളയായിട്ട് ചാടിക്കണ്ടല്ലോ. ഏത് പെണ്ണുമ്പിള്ള? മലാത്തിച്ചേട്ടത്തി, കുരിയച്ചന്റെ മലാത്തിക്കാരി. ആ, നിങ്ങൾ പരിചയക്കാരെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിന്ന് ഒരു പരിചയമില്ല. എത്ര എണ്ണെന്ന് വെച്ചിട്ടാ? തിരുവല്ലയിലും തൃശ്ശൂരും ഉള്ള കെട്ടിയോളുമാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. മലേഷ്യൻ സെറ്റപ്പ് വന്നേ പിന്നെ അങ്ങോട്ടൊന്നും വലിയ ടച്ചില്ലെന്നാ അറിഞ്ഞേ. ആ, അതാ മലാത്തിച്ചേട്ടത്തിയുടെ പവർ. ശരിക്കും അവരെ കെട്ടിയ പിന്നെ കുരിയച്ചന്റെ സമയം തെളിഞ്ഞെന്ന് പറയാം. ചേട്ടത്തേക്ക് ചില മലേഷ്യൻ കൂടുതൽ വശമുണ്ടെന്ന് ഒരു പറച്ചിലുണ്ട്. കുര്യച്ചനെ കുറിച്ച് അന്വേഷണമൊക്കെ എങ്ങനെ നടക്കുന്നു? എന്താ അന്വേഷണം? 5-6 കൊല്ലമായില്ലേ. ഒരിക്കലും കണ്ട് പെരുമ്പാവൂരുള്ള പെണ്ണുമ്പിള്ളെ കാണാൻ പോയത് പത്രത്തിലുണ്ടായിരുന്നു. ഇങ്ങോട്ടാണെങ്കിൽ കത്തുകൾ മാത്രമേ വരാറുള്ളൂ. എവിടെയാണെങ്കിലും പോലീസ് മണപ്പിച്ചെത്താനുള്ള പാതി സമയം വേണ്ട കുര്യച്ചന് മുങ്ങാൻ. സുന്ദരിയല്ലേ അപ്പൂട്ടി? ഇവിടെ ഉള്ളവന്മാരുടെ തപസ്സുകളൊക്കെ ഇവള് പോരെ. എനിക്ക് പറ്റിയ കാമശാസ്ത്രം ഒന്നും അറിയത്തില്ല. സാറപ്പ ഇത് ലോഡാകുമ്പോഴേ കാട്ടിക്കഴിഞ്ഞാൽ പോവാ. കാണാതെ ലോഡായോ ഇല്ലയോന്ന് എങ്ങനെ ഉറപ്പിക്കും? അപ്പൊ കഴിക്കാനൊക്കെ 3 ആഴ്ചത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിന് പഴവും കായൊക്കെ കാട്ടി കാണില്ലേ. ആ ലൈഫ് സ്റ്റൈലൊക്കെ നല്ല ശീല. സുചേച്ചന്റെ കൂടെ നടന്നവരൊക്കെ ആ കാറ്റിച്ചിന് തട്ടിയില്ലെങ്കിലേ ഉള്ളൂ. ഡോക്ടറെ, ഇനിയും വലിപ്പിച്ചാ പുക വരും. അപ്പുട്ടിയേട്ടൻ്റെ എളുപ്പം കാര്യം തീർത്ത് ഡോക്ടറെ പറഞ്ഞു. ഇരുട്ട് നിൽക്കുമ്പോ കുന്നിറങ്ങണം. ആ പുളിമരത്തിൽ നിന്നൊരു 100 മീറ്റർ വീടായി. ആ മരം വരെയുള്ള 200 മീറ്ററോ? ഇപ്പൊ വരെ ഡോക്ടർ തന്നെ ആണല്ലോ അല്ലേ? പിന്നെ ആ, എന്തായാലും നീ ചേട്ടത്തിയുടെ കൂടെ തന്നെ നിൽക്കണം. നാടുപിടുത്തേ വരുന്നേ ഉള്ളല്ലേ? നീ ഇങ്ങോട്ട് പോസ്റ്റിംഗ് വരുന്നവർ മിക്കവരും തെക്കുള്ളവരാ. അണക്കുന്നുണ്ടോ? കേട്ടിട്ട് എന്തു തോന്നുന്നു? ഇത്രയും പൊക്കത്തിലുള്ള ആൾട്ടിറ്റ്യൂഡ് അല്ലേ? വിറ്റമിൻ ഇ കയറണം. എണ്ണപ്പഴവും കപ്പളങ്ങയും എന്നെ കണ്ടില്ലേ? നിങ്ങളുടെയാണോ? അല്ല, ഇവിടെ ഇങ്ങനെ കഴിയണ ചെവി അടഞ്ഞ പോലൊന്നും ഇല്ലല്ലോ. റൊട്ടി പാരി മുക്കി കഴിച്ചു. ശരി.
നേരെ ആവട്ടോ. ശരിയണ്ട, മലന്ന് തന്നെ കിടന്നാ മതി. എല്ലാരും മാത്തിച്ചേർത്തിന്നാ വിളിക്കുന്നേ. ഡോക്ടർ പേര് തന്നെയല്ലേ ചോദിച്ചത്? അതെ അതെ. ഇയർ ബാലൻസിന് തന്നെ ആണല്ലേ? ആ, സ്വതവേ കേൾവിക്കുറവൊന്നുമില്ലല്ലോ? അയ്യോ കുറവാ. ഞാൻ പേടിച്ചിട്ട് മനസ്സിൽ പോലും ഒന്നും പറയാറില്ല. ഡബിൾ പവറാ. ശരി, ഞാൻ ഡോക്ടറെ ജീപ്പിലാക്കിയിട്ട് വരാം. വഴിയറിയാം, കുഴപ്പമില്ല. ഇല്ല, ഞാനും വരാം. ചിലപ്പോൾ പട്ടികൾ കാണും. പരിചയമില്ലാത്തവരുടെ ഇച്ചിരി പെശക. ഞാനോ ചേട്ടത്തിനുണ്ടെങ്കിൽ കുറച്ച് മയങ്ങാം. ഇത്രയും ഹൈറ്റിലാകുമ്പോൾ പ്രഷർ കൊണ്ടും ഇയർ ബാലൻസ് പ്രശ്നം വരും. ആ, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണല്ലേ? 2 ആ, ഈ സൂക്കേടൊക്കെ വെച്ച് ഇമാതിരി ഒരു സ്ഥലത്ത്. ഡോക്ടറെ. ആ, ജീപ്പിന്റെ അല്ല, അത് ഞാൻ സ്റ്റാൻഡ് വെച്ച് തന്നെ കൊടുത്തു. ഇങ്ങോട്ടാന്ന് പറഞ്ഞാൽ മൊത്തം പൈസ അഡ്വാൻസ് കൊടുക്കണം, എന്നാലേ ജീപ്പ് ഇറക്കത്തുള്ളൂ. ഇതൊന്ന് പൊക്കിക്ക്. സിബിയെ, ആരാടാ ഉള്ളേ? സിബിയെ കേക്കാവോ? ആ ഷാജ, ഞാനിവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയേ. 7:15 വിട്ടു. ആ, ഓവർ ഓവർ. ഇതെന്നാ? പോലീസുകാർ ഏർപ്പാടാക്കിയ സെറ്റപ്പാ. 7:15 പുറപ്പെട്ടെന്ന് പറഞ്ഞ് കേട്ടായിരുന്നോ? ആ, 8 മണിക്കുള്ളിൽ ജീപ്പ് അടിവാരത്തെത്തിയില്ലെങ്കിൽ അവിടെ ഉള്ളവര് പോലീസിനെ അറിയിക്കണമെന്നാ. ഓ, കൽക്കണ്ണം വാങ്ങ ഒത്തില്ല, വിട്ടുപോയതാ. ഡോക്ടർ ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് പൊക്കാനുള്ള പാല. രതിപുഷ്പം പുതിയ ലക്കം വന്നില്ല കേട്ടോ. 10 കോപ്പി വരുത്തിച്ചതാ. എന്റെ സമാവർത്തനക്ക് ഇതിന് സാധനം തീർന്നു. അത്ര കുഴപ്പമാ നിങ്ങളുടെ നാട്ടുകാർക്ക്? ഓ, പിന്നെ നീ പഹബോധത്തിന് പേര് ചോദിച്ചല്ലോ വന്നേ. നിന്നെ പാപ്പച്ച സാർ തിരക്കിയിരുന്നു കേട്ടോ. എന്നാ കാര്യം? അത് എന്നോട് പറയൂ. താറിപ്പോയപ്പോ തലയിട്ട് ചോദിച്ചതാ. ആ, ഇപ്പൊ എങ്ങനെ പരിപാടി? ഞാൻ പോസ്റ്റ് ഓഫീസിലുണ്ടെന്ന് പറഞ്ഞു. ആ, ഇന്ന് ശമ്പള ദിവസാ. ഇവൻ ഏതാ? അത് പിയൂസ്, ആ മലയത്തിക്കാരില്ലേ, കുരിയച്ചൻ്റെ മക്കളെ ഏർപ്പാടാക്കി കൊടുത്തതാ. കുരിയച്ചന് തപ്പി വരുന്ന ഒരു അമ്മച്ചി എങ്ങാനും തൊട്ടാലോ ഒന്നൊരു പേടി. അല്ലോം പറ്റിയ സ്ഥലവും പറമ്പൊക്കെ കേസിൽ കുടുങ്ങി പോകില്ലേ. അതിന് നരന്തരാണോ കൂട്ടുകിടക്കാൻ പോണേ? പാവനയ്ക്ക് കനം കൂടിയോ? വലിയ സ്റ്റാമ്പ് വേണ്ടി വരും. ഇതൊക്കെ ആര് വായിക്കാനാടാ? പുച്ഛം പാടില്ല. വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ കടക്ക നോക്കി നോക്ക്. ഇതുവരെയുള്ള എല്ലാ ലക്കവും കാണും. കടയിൽ പുതിയ വരുമ്പോഴേ അപ്പൂട്ടിയായിട്ടാണ് ഫസ്റ്റ് കോപ്പി. അച്ഛനറിയോ നീ എഴുതുന്ന കാര്യം? അത് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഇവിടെ നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ലെങ്കിലോ? അത്രക്ക് വിളിവുണ്ട്. പിന്നെ ചില ചില്ലറ പൈസയ്ക്കും പിന്നെ ഒരു സുഖത്തിനും വേണ്ടി ചെയ്യണമെന്നേ ഉള്ളൂ. തൂലി കാണാൻ പോലും ഞാൻ വയ്ക്കാറില്ല. പാപ്പച്ചൻ സാറാ. ആണോ? ഇവിടെ ഓക്കെ, അപ്പൊ പൂരിപ്പിച്ച് അയച്ചേക്കണേ. 50 നാട്ടിലേക്കും 75 ഉണ്ണിക്കും. അപ്പൊ സാറേ കണ്ടു കിട്ടാനില്ലല്ലോ. ചേട്ടത്തേക്ക് 2 ദിവസം സുഖമില്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഓക്കെ. സാറിപ്പോ ഏതോ മറുനാടൻ മല്ലൻ്റെ കൂടെ കറക്കാന്ന് കേട്ടു. നീ ഒന്ന് കൂടോ. സാറിനെ കുര്യച്ചനെ കുറിച്ച് എന്താ ചോദിക്കാനുണ്ട്? മംഗലാപുരത്ത് നിന്ന് വന്നാ പോലീസല്ലേ? നേവിക്കാരനാ. കാര്യം എടാ, നീ ഇന്റർവ്യൂ നടത്താന്ന് കേറിക്കേ. അല്ല, ചേട്ടൻ. മാതച്ചേട്ടത്തി അല്ല, ഞാൻ അരി കഞ്ഞി അരി ഒട്ടുമില്ലേ? ഉണ്ട്. അപ്പൊ അവര് കഞ്ഞി വെച്ച് കുടിച്ചോളൂ. നീ കയറ. എനിക്കറിയാന്നൊക്കെ പാപ്പൻ സാർ അറിയാലോ. അപ്പൊ സാറേനൊന്നും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. കേറ അതിന്റെ പറയാൻ. കേറി കേറി കേറി.
ദേടാ പീയൂസേ പെറ്റു. ചേട്ടത്തി ഇങ്ങോട്ട് ആരെങ്കിലും വന്നായിരുന്നോ? ഇങ്ങോട്ടോ? ആ ഒരാൾ ഇറക്കിറങ്ങി പോണോണ്ടു ഈ ഭാഗത്ത് വേറെ വരാനാ? ചോദിച്ചു നോക്കായിരുന്നില്ലേ? വിളിച്ചിട്ട് നിന്നില്ലെന്നേ. വീട്ടിലേക്ക് ആരും വന്നിട്ടില്ല. ഇനി പട്ടികളെ കണ്ട് പേടിച്ചിട്ടാണോ? കാണാൻ എങ്ങനെയിരിക്കും? ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഞാൻ കണ്ടത്. പിന്നെ അവൾ ഓടിയപ്പോഴാണല്ലോ സംശയം തുടങ്ങിയത്. കുര്യച്ചൻ എങ്ങനാ ഈ നെക്സൽസിന്റെ റഡാറിൽ? സാറിന്റെ റഡാറിൽ എങ്ങനെ വന്നെന്ന് സാർ നീ പറഞ്ഞില്ലല്ലോ. ബാർട്ടർ സിസ്റ്റം ആണോ? ഒന്നിച്ചിറങ്ങിയതല്ലേ, അങ്ങനെ വേണ്ടേ? ഞാൻ നന്നായി ചിരിക്കും പാപ്പച്ച, സോഫ്റ്റായി സംസാരിക്കും. അമ്മച്ചി പഠിപ്പിച്ചതാ. ചവിട്ടങ്ങ് ടേക്കുന്നില്ലല്ലോ പാപ്പച്ച. കേബിൾ അർത്ഥ പോലുണ്ട്. തന്നി കൊണ്ടല്ലാതെ ഞാൻ എങ്ങും പോകുന്നില്ല കുര്യച്ച. കണ്ണടച്ചോ, ചില്ല് തെറിക്കും. ചേട്ടത്തി സത്യത്തിൽ ചേട്ടത്തിക്ക് കൂടോത്രം വല്ലതും ഉണ്ടോ? കൂടോത്രം? ആ, മലേഷ്യൻ കൂടോത്രം. അങ്ങനെ ഒരു പറച്ചിലുണ്ട്. കൊല്ലം കുറേ ആയി വന്നിട്ട്. വല്ലതും അറിയാമെങ്കിൽ തന്നെ ഇപ്പൊ അതൊക്കെ മറന്നു പോയില്ലേ? എന്നാലും ഇത്രയെങ്കിലും ഓർക്കാതിരിക്കുവോ? ആടെന്റെ ഓർമ്മ എന്ന് പറയുന്നത് അതൊക്കെയല്ലേ കാണുള്ളൂ. നൊസ്റ്റാലിയ വന്നാ ഇവിടെ വന്നേ പിന്നെ അങ്ങോട്ട് പോകണമെന്ന് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടിപ്പോ എന്നാത്തിനാ? പഴയ സ്ഥലമൊക്കെ കാണാമല്ലോ. തിരിഞ്ഞു നോക്കാത്ത മക്കളും ചേട്ടത്തേക്ക് മേടിക്കും. ശമ്പളം എണ്ണി വാങ്ങിച്ചാൽ മാത്രം മതിയോടാ. അത് തരുന്നതിനെ കണ്ടല്ലോ അറിയണ്ടേ? അയ്യോ, തവണ ചൊപ്പൻ ചേട്ടായി. ഇപ്പൊ അങ്ങനെയുണ്ട്. ഈ കാണുന്ന പരുവത്തിൽ തന്നെയുണ്ട്. അമ്മച്ചി അതല്ല. കുഴി വെട്ടാറായോന്നാണോ? ആവുമ്പോ ഇവിടുന്ന് ആരേലും കമ്പി അടിക്കും. അതന്വേഷിക്കാൻ ഇങ്ങനെ ഒന്നും ബുദ്ധിമുട്ടും ഒന്നും വേണ്ട. പിയൂസ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞോട്ട്. ആ, എബിച്ചേട്ടാ കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നു. അപ്പന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എടാ നീ ഒന്ന് പുറത്തോട്ട് തന്നെ. അവൻ ഇവിടെ തന്നെ നിൽക്കും. അല്ല, ഞാൻ കാപ്പി എടുക്കാം. കാപ്പിയൊക്കെ അവൻ പോണ വഴി കുടിച്ചോളും. ജോപ്പൻ വന്ന കാര്യം പറയാൻ നോക്കാം. അമ്മച്ചി അതെന്നാന്ന് വെച്ചാ, കാണാതായിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ മരിച്ചതിന് തുല്യമായിട്ട് കണക്കാക്കാന്നാ നിയമം. പേരിന് കാര്യം പറഞ്ഞൊന്ന് ഗസറ്റിൽ കൊടുക്കണം. 1 മാസം കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ അടക്കം ഉണ്ടാവില്ല. ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയൊക്കെ അപ്പൻ്റെ വേറെ വീട്ടുകാർ വല്ലതും അന്വേഷിച്ച് പിടിച്ചു വരുന്നതിന് കാര്യം നടത്തണം എബിച്ചേട്ടായി പറയുന്നത്. ഈ വീടും സ്ഥലവും കുര്യച്ചൻ എൻ്റെ പേരിൽ വില്ലെഴുതിയതാ. അതൊക്കെ അതെ. എന്നാലും ആരെങ്കിലും എന്തെങ്കിലും ലീഗൽ ഹെയർ ഒബ്ജക്ഷനെ കൊണ്ടുവന്ന് പ്രോപ്പർട്ടി കേസ് കിടന്നു പോയാലോ? കൈമാറ്റത്തിന് ഡിലേ വന്നാലും പ്രശ്നമല്ലേ? ജോപ്പാ, ഇവിടുത്തെ കാര്യം എങ്ങനെ ചെയ്യണമെന്ന് അമ്മച്ചി തീരുമാനിച്ചിട്ടുണ്ട്. മക്കൾ രണ്ടും
സ്വന്തം കാര്യം നോക്കി ബോംബെയിലോ ഗൾഫിലോ എവിടാന്ന് വെച്ചാ പോയി കേടാ. ഇനി കുഴിവെട്ടിന്റെ കമ്പി വരുമ്പോ പോലും തിരക്കാണേ വരണമെന്നില്ല. ചേട്ടാ നീ എന്നെ കരുതിയേക്കുന്നേ? ഞാൻ മനഃപൂർവ്വം ഉണ്ടാകാത്തതാന്നു. തന്തയോടൊപ്പം കഴിഞ്ഞതിന്റെ മൂച്ച് അതേപടി ഇട്ടിട്ടുണ്ട് അമ്മച്ചിക്ക്. എടാ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ മല കിടന്ന് എന്തോയി പോയിന്റ്. കഴിഞ്ഞ ദിവസം തലറങ്ങിയപ്പോൾ തന്നെ ടെൻഷനായി പോയി. ആയില്ലേ? അതാ ഞാൻ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ലെവലായി. ഇനി കറങ്ങുമ്പോൾ ലെവലായില്ലെങ്കിലോ? പക്ഷെ ചേട്ടാ ഞാൻ പറഞ്ഞതൊന്നും. എടാ ഒരു മയത്തിന് മതി. നീ വാ. ഇനി ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നാണെന്നുണ്ടെങ്കിൽ ഇരിക്കണ്ട. ടൗണിൽ വീട് വല്ലതും എടുത്തു കൊടുത്തേക്കാം. അവിടെ നിന്നോട്ടെ. അല്ല വേണ്ട. ഇരിക്കട്ടാ. തള്ളപ്പെട്ടെവിടെ? ആ ഇത് നിങ്ങളവിടെ എങ്ങനെ ഇട്ടിട്ട് സർക്കിട്ട് പോയാ? കുഞ്ഞുണ്ടായെന്ന് വെച്ചാൽ അതിന് സ്വന്തം കാര്യമൊന്നും നോക്കണ്ടേ? ഇതാ ഞാൻ അന്നേ പറഞ്ഞത്. എൻ്റെത് കഴിക്കാനുള്ള നമുക്ക് കൊടുക്കാമെന്ന്. തീറ്റ കൊടുക്കലൊക്കെ ഒരുമാതിരി ഓണർഷിപ്പ് സ്ഥാപിക്കല. അവർക്ക് ഇതിന് എത്ര നാളിങ്ങനെ മുതൽ കൊടുക്കേണ്ടി വരും? 1.5 മാസം കിട്ടിയാ നല്ലത്. ഷാജേട്ടൻ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് പറ്റുമെന്ന്. അയാൾ എന്തിനാ ഇതിന്റെ പേര് അന്വേഷിക്കുന്നേ? പുള്ളിവർണ്ണത്തിനെ വളർത്താൻ ചോദിച്ചായിരുന്നു. നീ വേണേ കൂടെ പോയി വളർന്നു. ഇതിനെ കൊണ്ടുപോകാനൊക്കില്ല. അത് ശരി. ഈ ചേട്ടത്തിയുടെ പൊട്ടിയൊന്നുമല്ലല്ലോ. പറയാനോടെ നിന്ന് കിടന്നല്ലേ ഉള്ളൂ. തർക്കിക്കേണ്ട വീസേ. അവര് വീട്ടിൽ വളർത്താനേ ചോദിച്ചത്. വളർത്താൻ ഒന്നുകിൽ കൂട്ടിലിട്ട് പൂട്ടും, അല്ലെ ചങ്ങലക്കിടും. ഇതല്ലേ വളർത്തല്. പിന്നെ പട്ടിനെ അങ്ങനെയല്ലേ വളർത്താറ്? ഞാനങ്ങനെ വളർത്തുന്നില്ലല്ലോ. കുറ്റക്കാരെ തടവിലിടുന്ന പോലാണോ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കേണ്ട പട്ടിയെ കൂട്ടിലോ ചങ്ങലയിലോ ഇടുന്നത്? കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട, ഞാൻ വിട്ടു. നിനക്ക് കാശ് വല്ലതും തന്നോ? ജോപ്പൻ കൈക്കൂലി വല്ലതും തന്നോന്ന്? മുഖം കാണിച്ചേ. പിടിപ്പിച്ചതാ. എത്രയുണ്ട്? മാനം കളയാനായിട്ട്. ഈ കാര്യത്തിലൊന്നും അവൻ്റെ അപ്പൻ്റെ ഗുണമൊന്നും അവന് കിട്ടിയിട്ടില്ല. ചോപ്പൻ ചേട്ടായി കുരിയാച്ചി നടത്ത രസത്തിലല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വളർത്തിയേ. കുരിയച്ചന് പിന്നെ എല്ലാത്തിനേക്കാളും കാര്യമൊക്കെ. No. This you buy for sister. Must take fresh clothes home only. I'll buy another one. It's okay. Bye. Saya nampak comel. Oh, sir, she's ready. Straight. Straight. Up. Straight. A little bit this side. A bit to the right. Yes. Yeah. Perfect. Yosia? Outside, giving food to dogs. First dog eat, then Yosia eat. Yosia Hen, what happened? Adakah dia beritahu kamu supaya tidak beritahu saya? Outside war, danger. Saya cuma takut jika Yosia terus berlari ke sana sini untuk mencari wang, dia mungkin akan berada dalam bahaya. Maybe he wished to take care of you. Saya datang. Jadi, patukah saya tinggal sini tak buat apa-apa? Bukankah kita perlu wang untuk terus hidup? Adakah mencari wang saja sudah mencukupi? Bukankah kita juga perlu hidup sekali-sekala? Hey, you are also coming? Yes, sir. Need to meet some people in city. No worry. Masih 1,5 bulan lagi. Pada masa itu, mereka akan menyusu dan penuh dengan tenaga. Semua milik kamu.
പിന്നെ കുര്യച്ചൻ 1.5 മാസം കഴിഞ്ഞാണോ വന്നു? Tension is mounting as the Allied planes bomb ports and supply facilities in Malaya, while the Japanese forces answer with harsh measures. Conditions remain severe, with reports of intensified patrols and harsh punishments under Japan. Hey, shut up, shut up. Cita! Sini, sini! Datang! Datang sini! Cita! Sini, sini! Jeping! Come! ഇതവൻ പറഞ്ഞ പോലെ കില്ലാടി ജാതി അച്ചായ. ഇതിവിടുള്ള ധൈര്യത്തിലായിരിക്കണം അവൻ ഈ നാട് മൊത്തം നിരങ്ങിയത്. തുടക്കത്തിലെ മൂച്ചല്ലടാ, നമ്മൾ കാണാത്താണ് നായ്ക്കളെ. ഈ നായിന്റെ മക്കൾ നമ്മൾ കണ്ട കൂട്ടത്തിൽ പെടുന്നതല്ലെന്നാ പറഞ്ഞേ. എന്നാണെങ്കിലും വന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ? ഇവിടുന്ന് വിളിച്ചു പറഞ്ഞോ? 100 അടി അപ്പുറത്തുനിന്ന് വിളിച്ചു പറയേണ്ട കാര്യമാണ്. Datang sini! Wawang! അവനില്ലാതെ ഇവന്മാരെ നമ്മൾ അകത്തോട്ട് കയറ്റത്തില്ല. നോക്കേ, 2 വീതം വിങ് തിരിച്ചിട്ട അറേഞ്ച്മെന്റ്. കല്ലെടുത്ത് എറിഞ്ഞാലൊന്നും ഓടുന്ന സൈസ് അല്ല ഇത്. താനിത് എങ്ങോട്ടാടോ? ഇവിടെ നിന്നോണ്ട് പറയേ രക്ഷയുള്ളൂ. ഓരോ കാര്യം പറയുന്നതിനും ഒരു രീതിയില്ലേ? കെട്ടിയവൻ മരിച്ച വിവരം ഇങ്ങനെ വിളിച്ചു കൂവിയാണോ പെണ്ണുമ്പിള്ളി അറിയിക്കേണ്ടത്? എടോ, ഇവിടെ എത്ര എണ്ണം ബോംബ് പൊട്ടിയും വെടികൊണ്ടും ഡെയിലി ചാവുന്നുണ്ടാവും. അങ്ങനെ ഇന്ന രീതിയിലേ അറിയിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എങ്ങനെയും വന്ന കാര്യം നടത്താൻ നോക്കാന്നല്ലാണ്ട്. നിങ്ങൾ വരുന്നേ വാ, ഞാൻ വിടുവാ. പോത്ത അവനിങ്ങോട്ട് വരുന്ന പ്രതീക്ഷിച്ച് അവൾ ഈ കുടിലിൽ കിടക്കണം എന്നാണോ? അന്നൊക്കെ കുറെ വീടുകളിൽ പെണ്ണുങ്ങളിങ്ങനെ. എന്നിട്ട് കുര്യച്ചൻ എത്ര നേരം അവിടെ കാത്തു നിന്നു? നേരോ എത്ര ദിവസം എന്ന് ചോദിക്കേ. വാശിയിൽ കുര്യച്ചനോട് ഒത്തില്ല വേറെ ആരും. നായ്ക്കളും മാറി മാറി കാവല് നിന്നു.
you okay? Say something! Can you hear me? Can you hear me? Soy! എന്നിട്ടോ? നീ ഈ ഭിത്തിയിലെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? Had to go through. Dalam sebuah kelag, kepercayaan adalah segalanya. Guarding dogs, protection setup, exceptional. But sometimes protection and restriction, they both look the same. Anjing itu digunakan untuk jaga awak. Tapi karena petia malate, anjing-anjing itu untuk menghalang kamu daripada keluar. Heard Yusia saying this to a local dog breeder. Kalaya sedang berahi kerenglah. Sama daya anjing atau wanita. Anyway, no point in judging it now. If you have any relatives somewhere, I can take you to them. I can't let you stay here alone. Tiada sesiapa di sini. എന്നിട്ട് ഇല്ല, പിന്നൊന്നും പറഞ്ഞില്ല, പോയി കിടന്നു. ഈ പറഞ്ഞ സ്റ്റോറിയിൽ മോഹൻ പോത്തൻ തന്നെയാണ് ഇവിടെ വന്നതെന്ന് ഉറപ്പിക്കാലോ അല്ലേ? 150%. സ്വന്തം വണ്ടി ഉണ്ടായിരുന്നില്ലേ കുര്യച്ചന്? കാറ് 2 ഉണ്ട്. അത് തിരുവല്ലയിലും പെരുമ്പാവൂരും വെച്ചേക്കുക. കെണ്ടലും പട്ടിക്കച്ചവടമൊക്കെ പിന്നെ അവിടെ ആണല്ലോ. ഇങ്ങോട്ട് കൊണ്ടുവന്നാലും കുര്യച്ചൻ്റെ വീടിരിക്കുന്നിടത്തോട്ട് ജീപ്പേ കയറത്തുള്ളൂ.
ലോക്കൽ ഓട്ടത്തിന് എന്നെ അധികം വിളിക്കാറുള്ളത്. കുര്യച്ചൻ്റെ ഫ്രണ്ട് മോഹൻ ബോത്തനെ അപ്പുട്ടിക്ക് അറിയാലോ അല്ലേ? അറിയാമെന്ന് ചോദിച്ചാൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അതെന്താ ഡിഫറൻസ്? ഒരാളെ നമുക്ക് പരിചയപ്പെടാം എന്ന് വെച്ച് അയാളെ ശരിക്കും നമുക്ക് അറിയണമെന്നില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ നേരത്ത് ഓരോന്ന് തോന്നും. അതുകൊണ്ടുള്ള കാലക്കേടുകൾ. ഐഡിയ കിടക്കണ പിടിക്കാൻ കണ്ടു കിട്ടാത്ത ബ്രീഡിന്റെ ജാരസന്ധ വെപ്പിച്ചെടുക്കും. കാര്യം നടക്കാൻ ഓരോയിടത്തും ഓരോ മെത്തേഡ്സ് ഉണ്ട് ഇവർക്ക്. മദ്രാസ് നേവൽ ബേസിൽ ഒരു ടിബറ്റൻ റൂട്ട് വൈലർ ഉണ്ടായിരുന്നു, ടൈസൺ. അതിനെല്ലാം ഇവരിങ്ങനെ എവിടെ നോക്കിയോ ബ്രീഡ് ചെയ്യിച്ചു കൊണ്ടുവന്നതാ. ഞാനാണല്ലോ അന്ന് അങ്ങനെ കൊണ്ടുവന്നാക്കിയെന്ന് ആലോചിക്കുമ്പോൾ ഒരു കുത്തലുണ്ട്. 3 കഴിഞ്ഞ് 4 ആഴ്ചയായിട്ടും ആളെ അടിവാരത്ത് കാണാഞ്ഞപ്പോഴാണ് തിരക്കി ചെന്നത്. രണ്ടാം ദിവസം വൈകിട്ട് ക്ലിഫിന് താഴ്ന്ന ശവം കിട്ടി. 13 അടി താഴ്ചയിൽ. വീഴ്ചക്കിടയിൽ തലയിടിച്ചതാണ് മരണകാരണം. ബോഡിക്ക് 3 ആഴ്ചത്തെ പഴക്കം. അപ്പൊ അയാളുടെ ഡോഗ്? നായയുടെ കിടത്തിന് 1 ആഴ്ചത്തെ പഴക്കം ഉണ്ടായിരുന്നു. പുറമേ മൂത്രവെച്ച ലക്ഷണമൊന്നുമില്ല. സ്റ്റാർവേഷനാ മരണകാരണം. പോത്തം മരിച്ചപ്പോ ഫീഡ് ചെയ്യാൻ ആളില്ലാതായി കാണുമല്ലോ. ഓ, മരത്തിൽ കെട്ടിയതുകൊണ്ട് വേറെ എങ്ങും പോകാനും കഴിഞ്ഞില്ല. പാവം. താൻ അറിയോ ഇതൊക്കെ? ഞാൻ അവിടെ വരുന്നതിന് മുന്നേ അപ്പൂട്ടിയുടെ പറഞ്ഞിട്ടറിയാം. ചേട്ടത്തി ഒന്നും പറഞ്ഞിട്ടില്ലേ? കുരിയച്ചിന് ഇതിൽ റോൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വർത്തമാനത്തിൽ അവർ തമ്മിൽ വലിയ ശത്രുതയൊന്നും തോന്നിയിട്ടില്ല. മലാത്തിക്കാരിയോ? പോത്ത സാറ് നിന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും കുറേ ദൂരം പോകണം. നാത്തിച്ചെടുത്തൊരു വീട്ടിലോട്ട്. അവരങ്ങനെ വീട്ടിൽ നിന്ന് പുറത്ത് പോകാറില്ല. അവർക്കെന്തോ മലേഷ്യൻ കൂടോത്രം വശമുണ്ടെന്നല്ലേ നാട്ടിൽ പറച്ചില്. അപ്പൊ നേരിട്ട് പോകണമെന്നില്ലല്ലോ. അതിപ്പോ ഓരോ കാര്യം വിശദീകരിക്കാൻ പറ്റാണ്ട് വരുമ്പോ നാട്ടുകാർ രണ്ടു തമ്മിൽ സൂത്രമില്ല, ഈ കൂടോത്രമൊക്കെ. അല്ലാതെ ഈ കാലത്ത് എന്ത് കൂടോത്രം? അതെന്താ അത്ര വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം? അതീ പറയുന്ന കാട്ടുകുന്നേലുള്ള പട്ടികളുടെ കാര്യം. പരിചയമില്ലാത്ത ആരെങ്കിലും അങ്ങോട്ട് കുന്നു കയറി പോകാന്ന് വെച്ചു. ഓരോടി ചെല്ലുമ്പോഴും പെട്ടെന്നൊരു നായ കാട്ടിൽ നിന്ന് വന്ന് വട്ടം നിൽക്കും. ഒട്ടാകെ നടക്കും. ചിലപ്പോൾ കുറച്ച് പേടിച്ചു പോവുകയാണെങ്കിൽ സ്പോട്ടിൽ റിവേഴ്സ് ചെയ്യും. അല്ലാതെ മുന്നോട്ട് പോയാൽ തീരുമെന്ന് ഉറപ്പുള്ളവർക്ക് പോകാം. പക്ഷെ അടുത്ത 100 അടിക്ക് പിന്നെ ഇപ്പോൾ ഉണ്ടാവും വേറൊരു പറ്റും. അങ്ങനെ കുറെ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം കുരിയച്ചന്റെ വീടെത്താൻ. ഈ പറയണ പോലെ തന്നെയാണോ? ഒരു സോപ്പ് തീപ്പട്ടി. എന്നാടാ നാട്ടിലോട്ടൊന്നും പോവാറില്ലേ? ഇങ്ങനെ അരിയും മണ്ണെണ്ണയും വാങ്ങി ബാല്യക്കാരനായിട്ട് നടന്നോ? ആടൊന്നും വീടൊന്നും ഒരു വിചാരേ വേണ്ട. പുല്ല്. സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ആ, അത് തന്നെ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലോഡ് എടുക്കാൻ പത്തനംതിട്ട പോയായിരുന്നു. കോന്നിത്താഴത്തിനടുത്തൊരു കൂപ്പില്. അപ്പളാ ഓർത്ത് നിന്റെ സ്ഥലം കോന്നിത്താഴാണല്ലോ എന്ന്. പറ്റിയ വീട്ടുകാരെ ചെന്ന് കണ്ട് മകന്റെ വിശേഷം പറഞ്ഞേക്കാന്ന് വിചാരിച്ചു ഒന്ന് അന്വേഷിച്ചെന്ന് വെച്ചാ 2 ദിവസം മുറി എടുത്തിരുന്ന് അന്വേഷിച്ചു. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി കാട്ടിയിട്ട് അവിടെ ആർക്കും പിയോസ് പേരുള്ള ഒരു തിനി അറിഞ്ഞൂടാ. എന്താ എന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഇവിടെ അങ്ങനെ ചുറ്റിത്തിരിയുന്നതിന്റെ ഉദ്ദേശം? നിങ്ങൾ ചുറ്റിത്തിരിയണ ഉദ്ദേശം ഞാൻ ചോദിച്ചില്ലല്ലോ. ഈ ചോദിക്കാണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞതല്ലേ? ആണല്ലോ. എങ്കിൽ ആളെ വിട്. ഇതാ മോനെ, നീ ആ മലാത്തി തള്ള എന്നെ കാല് തീരുമാനമൊന്നല്ല ഇവിടെ പറ്റി കിടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ ഒറിജിനൽ ഊരും പേരൊന്നും എനിക്കറിയണ്ട. ഞാൻ ചോദിക്കുന്നുമില്ല. കുറേച്ചനെ തീർക്കാൻ 100 പേരുണ്ടെങ്കിൽ 100 വിധ കാരണങ്ങളും ഉണ്ടാവും. ഇവിടെ ഇപ്പൊ ഗോളടിക്കേണ്ട പോസ്റ്റ് ചുമ. അപ്പൊ നമ്മൾ ഇതിലൊരു ടീമാ. അറിഞ്ഞതൊന്നും തൽക്കാലം ആരെയും അറിയിക്കണ്ടെന്ന് വെച്ചതും അതുകൊണ്ടാ.
കഴിഞ്ഞ തവണ ഒരു സഹായം ചോദിച്ചപ്പോ നീ ഒക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇനി ചോദിക്കുമ്പോ ഒക്കില്ലെന്ന് അവൻ പറയില്ല. പറയില്ല. ആ പരനാറി കൊരിയും പെരുമ്പാവൂരും കോതമംഗലത്തൊന്നും ചെന്നില്ല. നിങ്ങളീ കാട്ടുകുന്നിൽ തന്നെ ഉണ്ടാവും. പോലീസുകാർ തപ്പിയെടുക്കുന്നതിന് മുന്നേ നമുക്ക് അവനെ കിട്ടണം. ഇല്ലെങ്കിൽ അവൻ കാശെറിഞ്ഞ് ഊരും. ഇനി ഊരിയില്ലെങ്കിലും ചിലപ്പോൾ ലക്ഷറി സെറ്റപ്പ് അവനെ അവിടെ കിട്ടും. നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരെ പിയൂസ് കാര്യം വരുമ്പോ അത് ഓർത്താ മതി. നടന്നോ. ആ മോഹൻ ബാത്തനെ നീ തന്നെ കാച്ചിയാണോടാ? ഹീറ്റർ കേടാ. താമസം നീളുമെങ്കിൽ നാളെ ഒരു മൊഴിയുണ്ട് താഴെ 208. ആഴം കണ്ട തല കറങ്ങുന്ന ടൈപ്പാണെങ്കിൽ ഇങ്ങോട്ട് പോരണ്ട കേട്ടോ. 300 അടിയാ. ചെന്നെടുത്താ ചെതറും. പിന്നെ പെറുകി കൂട്ടാൻ മണ്ണരിക്കേണ്ടി വരും. ലോഡ്ജിൽ നിന്ന് തന്നെ ഒരു ട്രൈ ഞാൻ പ്രതീക്ഷിച്ചതാ. താൻ ഇരിക്കണോ? ഇന്നലെ തോടിന്റെ അവിടെ വന്നായിരുന്നല്ലേ? കുളി കഴിഞ്ഞ് വരുമ്പോ പുല്ല് ചാർന്നിരിക്കുന്ന കണ്ടു. ഒറ്റയ്ക്ക് ഇത്രയും ചാൻസ് കിട്ടിയിട്ടും നീ ക്ഷമയോടെ മുന്നിൽ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് എന്നെ മാത്രം പോരാന്നാ. ഒരാളിലേക്ക് കൂടി എത്താനുണ്ടല്ലേ? എന്നെയും കുരിയച്ചനെയും ഒരുമിച്ച് പണിയാൻ വരാൻ സാധ്യതയുള്ള കേസ് എന്ന് പറയുമ്പോ കൊല്ലത്തെയും കോവളത്തെയും ഇനി വരാൻ സ്കോപ്പില്ല. പിന്നുള്ളത് കോയമ്പത്തൂര് വരെ. പക്ഷെ അതെല്ലാം കുരിയച്ചൻ തന്നെ കാശ് കെട്ടി തീർപ്പാക്കിയതാണല്ലോ. പിന്നെ ആ ചെങ്ങന്നൂരത്തെ മൃഗഡോക്ടറാ നാറി. അവരാണെങ്കിൽ ആക്സിഡന്റിൽ കാല് പോയപ്പോ തന്നെ പരാതിയും പുല്ലൊന്നും ഇല്ലെന്നായി. ഏത് കേസാടാ മോനെ ഇത്? ഞാനും കുരിയച്ചനും ഒരുമിച്ചുള്ള കാലത്തെ മറുപടിയാണെങ്കിൽ ഈ വരവ് നീ പണ്ടേ വരേണ്ടതായിരുന്നു. ഒരാളെ മാത്രം കിട്ടിയോണ്ട് തീരില്ലല്ലോ. ഒരുത്തം വഴി അടുത്തവനെ കിട്ടുമെന്നറിയാം. എടാ മോനെ, അതൊക്കെ പണ്ട് ചങ്കും മങ്കും ആയിരുന്ന ടൈമില് 4-5 കൊല്ലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടാ ആ തന്തയിലെ പരനാറി ഈ മുങ്ങിയത്. അയാൾക്ക് ഒരാളെ ശത്രുവാക്കാൻ വലിയ ടൈമൊന്നും വേണ്ടെന്നേ. ആൾക്ക് വേണ്ട കാര്യങ്ങള് നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നമ്മള് വിചാരിക്കും ചിന്തിച്ചെന്ന് തീരുമാനിച്ചൊക്കെ നമ്മളാകും. പെട്ട് കഴിയുമ്പോഴാ അറിയാം. എവിടെയുണ്ട് കുരിയച്ചനിപ്പോ? നാടൊട്ടുക്കും തെണ്ടി. നോ ലക്ക്. ഇവിടുന്ന് തന്നെയാ തുടങ്ങിയത്.
പണ്ടും ഒരു 10-20 കൊല്ലം മുമ്പാ ഇതുപോലെ ഒളിവിൽ പോവേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കുര്യച്ചന്. ഒരു ഫോറസ്റ്റ് ഓഫീസറെ പണിഞ്ഞ കേസ് നിന്ന നിപ്പില് മുങ്ങി. സെറ്റിൽമെന്റ് കഴിഞ്ഞ് കേസ് വാപ്പസ് അടിച്ച ശേഷം അച്ചായൻ പിന്നെ പൊങ്ങിയ. എത്ര ചോദിച്ചിട്ട് ഒളിച്ച സ്ഥലം ഏതാന്ന് അങ്ങേര് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഒരിക്കൽ പറഞ്ഞേ വിടൂന്ന് വട്ടം പിടിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി. പറയിപ്പിച്ചു. ഈ കാണുന്ന മലമടുക്കിലോ കാട്ടിലോ എവിടെ ഒരു പൊത്ത് എന്ന് വെച്ചാൽ ഒരു പാറ എടുക്കും, ഗുഹയൊക്കെ പോലെ. കുടിക്കാൻ ഉള്ളിൽ തന്നെ 24 hours റണ്ണിങ് നീരുറവ. പുറത്ത് കാവലിനും കാട്ടിൽ നിന്ന് പഴം പറിച്ച് കൊണ്ടു കൊടുക്കാനും ട്രെയിനിങ് കൊടുത്ത നായ്ക്കള്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ ഒരു കുഞ്ഞു പോലും അറിയാതെ ജീവിക്കാനുള്ള സെറ്റപ്പ് അങ്ങേര് പ്ലാൻ ചെയ്തിരുന്നത്രേ. എന്റെ ചോദ്യത്തിൽ നൂരാൻ ഒരു ഫാന്റസി കഥ അടിച്ചു വിട്ടതായിട്ട് ഞാനന്ന് എടുത്തിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഇത്രയും കാലം അറിഞ്ഞപ്പോ അയാളെ പറഞ്ഞതിൽ വല്ല സത്യവും കാണുമെന്ന് തോന്നാൻ തുടങ്ങി. നീ ഞാൻ കൊണ്ടുവന്ന പട്ടിയെ കണ്ടില്ലേ? തൊട്ടാ പൊള്ളാനും മാത്രം ഹീറ്റിലുള്ളതാ. ഇവിടെ കെട്ടിയിട്ട് ഇത്രയും ദിവസമായി. മണപ്പിക്കാൻ പോലും ഒരു വായി നോക്കി പട്ടി ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഏത് പട്ടിക്കും താമസിക്കുന്നതിനൊരു കാലപരിധി ഉണ്ടല്ലോ. ആ പരിധിക്ക് അപ്പുറവും ഇവിടുത്തെ നായ്ക്കൾ അടുക്കുന്നില്ലെങ്കിൽ വഴി തെറ്റാണ്ട് പിടിച്ചു നിർത്താൻ ഇപ്പോഴും ഒരു മാസ്റ്ററുടെ കമാൻഡ് ഉണ്ടെന്ന്. അത് തന്നെയാ കുര്യച്ചൻ ഇവിടെ ഉണ്ടാവുന്നുള്ളതിന് തെളിവ്. ഒരു 1500 ഏക്കർ എസ്റ്റേറ്റ്. അവിടെ പട്ടികളുടെ ഒരു അടിമപ്പെട്ടാണ്. നടുക്ക് പട്ടാള മേധാവിയെ പോലെ അങ്ങേരും. കഞ്ചാവ് മൂത്ത് കഴിയുമ്പോഴുള്ള കുര്യച്ചന്റെ ഡ്രീമാ. ലക്ഷണം കണ്ടിട്ട് അയാൾ ഏതാണ്ടത് സാധിച്ചെടുത്ത പോലെ ഉണ്ട്. ഈ മലയാളുടെ അപ്പുറം ആൾ താമസമുള്ള സ്ഥലമല്ലേ? മലയുടെ പാതിക്ക് വെച്ചിട്ട് ബ്രഹ്മഗിരി റിസർവ് ഫോറസ്റ്റ് തുടങ്ങും. പിന്നെ കൊണ്ട് കർണാടക ആൾ താമസമൊന്നുമില്ല. മാത്രല്ലേ ഏത് മലയുടെ ഏത് മൂലാന്ന് വെച്ച് കയറി തപ്പാനാ? മൊത്തം മലകളും മൂലകളും അല്ലേ. മണ്ടേ താമസിക്കുന്ന ആ മലയാത്തി പെണ്ണുമ്പിള്ളി അച്ചായനിടയ്ക്ക് വന്ന് കാണാറുണ്ടെന്നാ എന്റെ വിശ്വാസം. പക്ഷെ അവിടെ ചെന്ന് പോക്കാൻ നമുക്കാവില്ല. നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് നായ്ക്കൾ അച്ചായന് വിവരം കൊടുക്കും. അയാള് വീണ്ടും വിളിക്കും. കുര്യച്ചനെ ഒറ്റയ്ക്ക് വീഴ്ത്താൻ പറ്റുന്നു നീ കരുതണ്ട. പക്ഷെ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ നടക്കും. നമ്മൾ തമ്മിലുള്ളത് അത് കഴിഞ്ഞിട്ടാവുന്നല്ലേ നല്ലത്. അഴുക്ക് പടാന്നേ നടന്ന കേസ് വാർത്താന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കില്ല. ഇതന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. പാപ്പച്ചൻ ഈ സിനിമ കണ്ടതാണ്? ഇത് മറ്റേ പേൽവി കേസിന്റെ കഥയല്ലേ? ക്ലാസ് പടാ. സാറ് കൊച്ചി പോയേക്കായിരുന്നു ഗസ്റ്റ് ഹൗസിൽ എന്ന് പറഞ്ഞു. ആ, കുറച്ച് പോലീസ് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഈ പിയൂസിനെ പറ്റി പാപ്പച്ചൻ എന്താ തോന്നിയേ? എന്തേ? അവനിവിടെ സാലറി വരുന്ന മണി ഓർഡർ അപ്പം തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വേറെ 2 പേര് കഴിക്കാറുണ്ട്. ഒന്ന് വീട്ടു ജോലിക്കാരനെ ഏർപ്പാടാക്കാൻ മ്ലാത്തി ചേച്ചിയുടെ മകനെ ഏൽപ്പിച്ച ഒരു ഉണ്ണിക്ക്, 2 ഉണ്ണി ഏർപ്പാടാക്കിയ പിയൂസിന്റെ വീട്ടഡ്രസ്സിലേക്ക്. ആ പിയൂസ് പക്ഷേ നമ്മുടെ പിയൂസ് അല്ല. ഒറിജിനൽ പിയൂസിനും ഉണ്ണിക്കും മാസാമാസം കമ്മീഷൻ കൊടുത്തിട്ടാ നമ്മുടെ പിയൂസ് ഇവിടെ പാര വന്ന് നിൽക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞ പത്തനംതിട്ട കഥകളൊക്കെ കള്ളം. ഈ പേൾവ്യൂ കേസിന്റെ വിചാരണ ടൈമിൽ മുങ്ങിയ ഒരു 4ാം പ്രതി ഉണ്ടായിരുന്നു, മണികണ്ഠൻ. കഥ സിനിമയാക്കിയ പ്രൊഡ്യൂസർമാരെ ചെന്ന് കണ്ട് ലൈഫ് റൈറ്റ്സും പ്രോഫിറ്റ് ഷെയറും ചോദിച്ച മുതല. കേട്ടത് വെച്ച് നമ്മുടെ ഈ പിയൂസിന്റെ സെയിം സൈസ് ആൻഡ് ഫിഗർ. ഉറപ്പിക്കാൻ ഫോട്ടോസും സ്കെച്ചസും ഒന്നുമില്ല. വെരിഫൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് അപ്പൂട്ടിയും തുടങ്ങാം. ഇവിടെ പിയൂസിന് കൂടുതൽ കണക്ഷൻ അയാളുമായിട്ടാ.
താൻ ചൊറയാക്കോ? എടാ അതാ പറഞ്ഞ് കളിച്ചു നിൽക്കാണ്ട് വേഗം വന്ന പണിയും തീർത്തിട്ട് ഇവിടുന്ന് പോണം. തീർക്ക് ആര് പറഞ്ഞു തീർക്കണ്ടെന്ന്? എടാ നീ ആ അമ്മച്ചീനെ കുറച്ച് ദിവസം അവിടെ നിന്ന് മാറ്റി തരണം. എങ്ങനെ മാറ്റാനാ? കഞ്ഞിയിൽ വല്ലതും കലക്കി കൊടുത്ത് വയറിളക്ക്. അതും പറഞ്ഞില്ല. എന്നാ പരിപാടി? എന്നാ പരിപാടി? നാട്ടിലേക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിന് ഈ ബോർഡർ കിടന്ന് കർണാടകത്തിൽ വന്ന് പോസ്റ്റ് ചെയ്യണോ? ഇനി ഇൻട്രസ്റ്റേറ്റ് മെയിലിന്റെ കൂടെ കുത്തി മറിഞ്ഞിട്ടൊക്കെ വേണ്ടേ സാധനം തിരിച്ച് കേരളത്തിലെത്താൻ? അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതല്ല. ഇവിടെ അടുത്തൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഓർത്തപ്പോ കൂട്ടത്തിലെങ്ങനെ പോസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ലെറ്ററും താൻ വരുന്ന വഴി പെട്ടെന്ന് ജീപ്പിലിരുന്ന് എഴുതിയതായിരിക്കും അല്ലേ? 12:30. എന്താ സംഭവം? അതെന്നാ 12:30? ഒളിവിൽ പോകുന്നതിന് മുമ്പ് കുര്യച്ചൻ തന്നെ എഴുതി ഏൽപ്പിച്ചതാ. നിപ്പ് നീളുവാണെങ്കിൽ കുറച്ച് മാസം ഇടവിട്ട് പോസ്റ്റ് ചെയ്യും. ഈ ലാസ്റ്റ് പോയ പോക്കൽ എഴുതി ഏൽപ്പിച്ചാണ് അത്രേ? അല്ല, കുറെ മുമ്പേ തൊട്ടുള്ളതുണ്ട്. കുര്യച്ചന്റെ പണ്ട് പോലെയുള്ള രീതിയാ. ചേട്ടത്തേക്ക് മാത്രമല്ല, ഇതുപോലെ പലർക്കും വയ്ക്കാനുള്ളതുണ്ട്. മഹാഭാവി, നീയൊക്കെ കാരണം ആള് ചത്തോ ഇല്ലയോ എന്ന് പോലും ഉറപ്പിക്കാൻ വയ്യല്ലോടൂ. ഇനിയെങ്കിലും പറ പൊട്ടി, എവിടെ ഉണ്ടായാല്? എനിക്കറിയില്ല. നിർത്തിക്കോ. ചിരിച്ചു കളിച്ച് തോളി കയറ്റാലും ആവശ്യത്തിന് പറ്റിച്ചിട്ടുണ്ട്. തന്റെ ഷെയർ കൂടി എനിക്ക് വേണ്ട. എനിക്കറിയില്ല. അപ്പടി കുളിച്ചല്ലോ അപ്പൂട്ടി. ഒന്ന് വിരട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പയ്യനയാളെ കൊത്തുന്നു ഞാൻ വിചാരിച്ചോ. കയ്യിൽ നിന്ന് പോയതായിരിക്കും. ഒരു കണക്കിന് ബോഡി ഗാർഡ് പോലെ ഇങ്ങനെ ഒരുത്തം കൂടെ ഉള്ളതും കുര്യച്ചന് നല്ലതല്ലേ? എന്നാലും ഇത്തിരി തണുപ്പിച്ചു കൊടുക്കാനുണ്ടാവന. കേസനിപ്പോ എന്റെ പെടലിക്ക് തന്നെ ഇരിക്കും. DYSP അരിച്ചു നടക്കത്തില്ലേ? ഈ കാര്യത്തിൽ എനിക്ക് വേണ്ടി ആരും ഒന്നും വിചാരിക്കുന്നില്ല. അവർക്കാർക്കും സ്റ്റേക്ക് ഇല്ലാത്ത ഇടപെടാം. പിന്നെ അത് മാത്രമല്ല, ഒത്തുകിട്ടിയ പണിയാൻ നിൽക്കുന്ന കുറേ ഉണ്ട് സുഹൃത്തുക്കള് തന്നെ. അത് പറഞ്ഞപ്പോഴാ നിനക്ക് അങ്ങനെ വല്ല തോന്നലുണ്ടോടാ? എനിക്കോ? ഇല്ലെങ്കിൽ നിനക്കൊള്ളാം. ഇനിയിപ്പോ എങ്ങനാ? തിരുവല്ലയ്ക്ക് പോകാനാണോ? അല്ലല്ല, അവിടെയൊക്കെ നാറികളും നടത്തിയില്ല. പോലീസോ അതോ മറ്റേ പാർട്ടികളോ? എല്ലാം നാറികളല്ലേ. എങ്കിൽ പിന്നെ പണ്ടത്തെ ഫോറസ്റ്റ് ഓഫീസറുടെ കേസുണ്ടായപ്പോ തങ്ങിയ വനവാസ സെറ്റപ്പിലോട്ടായിരിക്കും. നിനക്കാ സ്ഥലം എവിടെയാണെന്ന് അറിയാം? ഇല്ല, കുര്യച്ചൻ പറഞ്ഞിട്ടില്ല. അറിയണ്ട. വിശ്വാസക്കുറവുണ്ടായിട്ടില്ല. പറയിപ്പിക്കാൻ വരുന്നതിനെ ചിലപ്പോൾ ഒരു മയലാണ്ടായിരിക്കുന്നതിനെ പെരുമാറുക. അറിയുന്ന കാര്യമാണെങ്കിൽ നീ പറഞ്ഞു പോകും. വീട്ടിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് രാത്രി തന്നെ വിട്ടു. തോവാൽപ്പട്ടി വരെ ഞാൻ തന്നെ കൊണ്ടാക്കിയത്. പിന്നെ അങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല. ഏതാ കുര്യച്ചൻ പറഞ്ഞ പയ്യൻ? അറിയില്ല. മണികണ്ഠൻ എന്നാണോ പേര്? കുര്യച്ചൻ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പയ്യൻ പയ്യെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അടുത്ത കൈയാണെന്ന് മാത്രം അറിയാം.
വിടുന്നില്ല ചേട്ടത്തി. പോരെ. ആ സമയത്ത് കുറേ ചോദിച്ചതാ, ഞാൻ കണ്ടിട്ടില്ല. ഈ നായക്കളെ ബ്രീഡ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ആരെങ്കിലും മെനക്കെട്ട് വന്ന് താമസിക്കുമോ? ആ, അവരുടെ കാര്യങ്ങളൊക്കെ ഓരോ രീതിയല്ലേ. നേരാ. ഈ കുര്യച്ചൻ തന്നെ എന്തെല്ലാം സർക്കസ് കാണിച്ചേക്കുന്നു. പോത്തനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നാണല്ലോ കേട്ടത്. എന്താ അവര് തമ്മിൽ ഇത്രയ്ക്കൊരു കണക്ഷൻ? അതൊന്നും പറയാറില്ല. ഇനിയിപ്പോൾ പറഞ്ഞാൽ തന്നെ അതൊന്നും എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളും ആയിരിക്കത്തില്ല. ഗ്രാജുവലി അവർ തമ്മിൽ എത്ര രസത്തിലല്ലാണ്ടായി. എന്തു പറ്റിയതാന്ന്? എന്തോ ഒരു പോലീസ് കേസാണെന്ന് മാത്രം അറിയാം. ഞാൻ കേട്ടത് കുര്യച്ചൻ പോത്തനെ പിടുത്തിയ കേസാണെന്നോ? ആയിരിക്കാം. എന്ന് വെച്ചാ കുര്യച്ചൻ പോത്തനെ ചതിച്ചിട്ടുണ്ടാവുന്ന ചേട്ടത് കയറിയൊന്നുണ്ടോ? ജയിലിൽ പോയത് മോഹൻ പോത്തന. എന്ന് വെച്ചാൽ ആരെയാ ചതിച്ചൊന്നൊന്നും പറയാൻ കഴിയില്ല. തീർക്കല്ലേ? ഒരു ഉപ്പയുള്ളൂ. ഓൻ്റെ പൊന്ന് നാറി, ഒരു ഉപ്പയും കൂടെ എടുത്ത് വെക്കാണ്ട്. നീ എത്ര ലക്ഷമാണ് ലാഭിച്ചേ? മറന്നുപോയതാ. മുനമ്പറങ്ങിയ ഐഡിയ ഏതായാലും നന്നായി. പട്ടികളെ കൊണ്ട് മെനക്കെടായില്ലല്ലോ. ആശ്വസിക്കാൻ പറഞ്ഞിട്ട് ഇനി ആയാലും കാണും. വന്നാലും നീ കൂടെ ഉണ്ടല്ലോ. അത് പറയും പോലെ എന്നടാ പിയൂസേ, പട്ടികൾക്ക് നിന്നോട് മാത്രം ഒരു പരിഗണന. എന്ത് പരിപാടി? ഞാൻ അവിടെ ചേട്ടത്തിലൂടെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പരിചയമല്ലേ. അത് ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ എന്നെ നിലം തൊടിച്ചിട്ടില്ല. എന്നാ ഉണ്ടായി? അതാ പറഞ്ഞ നിലം തൊടിച്ചിട്ടില്ല. എൻ്റെ കഷ്ടാലത്തിന് ഞാൻ വന്നപ്പോൾ ചേട്ടത്തി വീട്ടിലില്ലായിരുന്നു. ശ്വാസം മുട്ടായിട്ട് 2 ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു. ആര് കേക്കാൻ? പരിസരത്തൊരു കുഞ്ഞു വേണ്ടേ? അപ്പൊ 2 ദിവസം മരത്തിന്റെ മുകളിൽ തന്നെ വേറെ എന്ത് ചെയ്യാൻ? അതിന്റെ മക്കള് പോകണ്ടേ? ഇമാര് മാറി മാറി ഷിഫ്റ്റ് ആയിട്ട് വന്നിട്ട് ചോട്ടിയിരിക്കും. എന്നാണല്ലേ 2 ദിവസം വരെ എന്നെ മരത്തിന്റെ മുകളിൽ ഇരുത്തിയപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. ഇങ്ങനെ പഠിപ്പിച്ച് വിട്ട കൂട്ടി പട്ടികൾ പെരുമാറണമെങ്കിൽ മോഹൻ പറഞ്ഞ പോലെ കുര്യച്ചനിവിടെ എവിടെയുണ്ട്. അതുകൊണ്ട് കൊന്നാലും അതിനൊരു തീരുമാനമാക്കിയിട്ടേ പോകുള്ളൂ. ഞാൻ ആ മരക്കൊമ്പിൽ നിന്ന് ഉറപ്പിച്ചു. എന്നിട്ട് എങ്ങനെയാ ലാസ്റ്റ് ഭൂമിയിൽ ഇറങ്ങിയ? 2 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടത്തി വന്നു. അഞ്ചാറ് കൊല്ലം മുമ്പ് മോഹൻ പോത്തൻ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. കുര്യച്ചനപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല. എവിടെ പോയിരുന്നു? നിങ്ങളൊക്കെ കെട്ടിയോളോട് പറഞ്ഞിട്ടാണോ എല്ലായിടത്തോട്ടും പോവാറ്? പറഞ്ഞാൽ തന്നെ നേരായിരിക്കണം എന്നുണ്ടോ? ശരി, പോത്തൻ അന്ന് വന്നിട്ട് കുര്യച്ചനുണ്ടോ എന്ന് തിരക്കിട്ട് പോയി. അപ്പൊ ആ പോയ പോക്കിലായിരിക്കണം സാർ കോതമംഗലത്ത് നിന്ന് പോത്തൻ അറസ്റ്റിലായത്. പെടുത്തിയത് കുര്യച്ചൻ തന്നെയാണെന്ന് കേട്ടിരുന്നു. സകല തിണ്ണത്തരത്തിനും കൂട്ടി നിന്നിട്ട് ഒറ്റയ്ക്കുണ്ട് അല്ലേ? യൂറോപ്യൻ ഐറ്റംസ് വേണമെങ്കിൽ താഴത്തെ തട്ടിലുണ്ട്. കുറച്ചു ദിവസം ആരെയും ഒന്നും ബോധിപ്പിക്കണ്ട. നീ തന്നെ കോട്ടറാണി. എനിക്ക് കുറച്ചു ദിവസം ഒന്ന് മാറി നിൽക്കണം. പോലീസോ മറ്റാരെങ്കിലും വന്നാ നിനക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ലല്ലോ. മോനുമായിട്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യണം. കൂടെ കൊണ്ടുപോകാനോ ടൗണിൽ വീടെടുത്ത് തരാനോ ഒക്കെ അവൻ റെഡിയാ.
മണിയേട്ടാ, കളി കഴിഞ്ഞൊക്കെ നമുക്ക് പോയാലോ? എന്താ ഒരു ലാസ്റ്റ് ഹോപ്പിന് ഹോപ്പുണ്ടോ നോക്കുക. ഇളയാടി കട്ടറ അളലിയുടെ അപ്പാപ്പനായിട്ട് വരും. ദേഹം നല്ല ചൂടിലിരിക്കണോണ്ടേ ശൂതൊക്കെ കയറും. ഇരുപത് സെക്കൻഡിനുള്ളിലേ ചെവി കൂടെ പുക പോണ പോലെ ഒരു എഫക്റ്റ് തുടങ്ങും. ഇപ്പൊ തുടങ്ങിക്കാണുമല്ല. ഞാൻ തന്നെ വിട്ടേക്കാം. സഹായിക്കടാ. ആരായിട്ടേക്കാത്? എന്തെങ്കിലും ചെയ്യടാ പ്ലീസ്. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം കാണുന്നത്. തന്നേ നാളെ കൊണ്ട് തൊഴാൻ കൊണ്ടുപോകാ. ചാലക്ക് അടുത്തുള്ള ലോഡ്ജിലെ മുറിയെടുത്തത്. ഫ്രൂട്ട് സർബത്ത് കുടിക്കാൻ വേണ്ടി നുള്ളിപ്പറക്കി ഒരു 10 വയസ്സായി തന്നിട്ട് രണ്ടാളും കൂടെ മുറി കയറി കഥ അടച്ച് കെട്ടിപ്പിടിച്ച് കിടന്നായിരുന്നെന്ന് പറയണേ. സർബത്ത് കുടിച്ച് തിരിച്ചു വന്നപ്പോൾ കണ്ട മൊത്തം പൊടിയും പുകയുക. നേർക്കൂടെ ഓടൊക്കെ തെറിച്ചു പോയിരുന്നു. നെഞ്ചിൻ്റെ അവിടേക്ക് ഒരു തോട്ട വെച്ചിട്ടായിരുന്നു രണ്ടിൻ്റെ കുത്തുക്കത്ത് കെട്ടിപ്പിടുത്തം. റൂമിൻ്റെ ചുമരിൽ മെത്തയുടെ പഞ്ഞിയും ചില്ലറ ഇറച്ചി കഷ്ണങ്ങളും പറ്റി പിടിച്ചിരിക്കണ കണ്ടതാ അവരെക്കുറിച്ചുള്ള അവസാനത്തെ ഓർമ്മ. അന്ന് കല്ലായതവിടെ ഉള്ളും പുറവും. അദ്ദേഹത്തിനൊരു കാലണ സെന്റിമെന്റ്സും തോന്നിയിട്ടില്ല ഒന്നിനോടും ഒരുത്തനോടും. പണ്ട് ജിം കോർബറ്റ് പോയി പാറമടയിൽ തങ്ങിയ കഥ വായിച്ചിട്ടുണ്ട്.